സമൂഹ മാധ്യമങ്ങളിലെ വിമർശനത്തിന് എൻ പ്രശാന്ത് IAS ചീഫ് സെക്രട്ടറി നൽകിയ ചാർജ് മെമ്മോയിൽ വിചിത്ര പരാമർശങ്ങൾ. കളപറിക്കാൻ ബെസ്റ്റ് എന്ന പരസ്യത്തിലൂടെ IASകാരെ ഒന്നടങ്കം അധിക്ഷേപിച്ചത് ഭരണ സംവിധാനത്തിന്റെ ഇമേജ് നഷ്ടമാക്കി എന്നാണ് മെമ്മോയിലെ ഒരു ഭാഗം. ഗോപാലകൃഷ്ണൻ IAS മാനഹാനിയുണ്ടാക്കി. ഡോക്ടർ ഗോപാലകൃഷ്ണൻ IAS മാനഹാനി ഉണ്ടാക്കി. ആരാണ് ഈ ഗോപാലകൃഷ്ണൻ എന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. ഡോക്ടർ ജയതിലകിനെ വ്യക്തിപരമായി വിമർശിച്ചത് ഗുരുതര കുറ്റമാണ്. കാംകോ പവർ വീഡറിന്റെ പരസ്യം ഫേസ്ബുക്കിൽ പങ്കുവച്ചതും ഗുരുതര കുറ്റമെന്നാണ് പരാമർശം. ചീഫ് സെക്രട്ടറി നൽകിയ ചാർജ് മെമ്മോയുടെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. സുനിഷ അയ്യല്ലൂർ ചേരുന്നുണ്ട്. സുനിഷ അയ്യല്ലൂർ, വിചിത്ര പരാമർശങ്ങളാണല്ലോ റിപ്പോർട്ടിലുള്ളത്. ഇതിൽ സർക്കാരിൻ്റെ തൻ്റെ തന്നെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൻ്റെ പരസ്യം നൽകിയത് ഒരു ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനമായിട്ടാണോ ഈ മെമ്മോയിൽ പറയുന്നത്? അനാവശ്യമായ കാര്യങ്ങൾ കൂടി എഴുതി പിടിപ്പിച്ചിട്ടുണ്ടോ ഈ മെമ്മോയിൽ? സുനിഷ അയ്യല്ലൂർ. അതെ അരുൺ, കൃത്യമായി പല കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസമായിരുന്നു ചീഫ് സെക്രട്ടറി ഇത്തരത്തിലൊരു ചാർജ് മെമ്മോ എൻ പ്രശാന്ത് IAS നൽകുന്നത്. അരുൺ പറഞ്ഞതുപോലെ വിചിത്രമായ ചില വാദങ്ങൾ കൂടി ഈ മെമ്മോയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും ഈ പറയുന്നത് പോലെ പരസ്യം നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫേസ്ബുക്കിലിട്ട് ഈ കളപറിക്കൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരുടെയും പേര് പരാമർശിച്ചിട്ടല്ല എൻ പ്രശാന്ത് നൽകിയെങ്കിൽ പോലും അത് നേരിട്ട് വിമർശിക്കുന്നത് ജയതിലകിനെയും ഒപ്പം തന്നെ ഗോപാലകൃഷ്ണനെയുമാണ് എന്നതാണ് ചീഫ് സെക്രട്ടറിയുടെ ഈ ചാർജ് മെമ്മോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ IASകാരെ ഒന്നടങ്കം വിമർശിക്കുന്ന തരത്തിലേക്ക് ഇത് മാറി എന്നുള്ളതാണ്. അങ്ങനെ IASകാരെ ഇത്തരത്തിൽ വിമർശിക്കുന്നതിലൂടെ ഈ ഒരു ചേരിതിരിവ് ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടി അവിടെ സൃഷ്ടിച്ചു എന്നതും ഈ മെമ്മോയിൽ പറയുന്നുണ്ട് എന്നതാണ്. ഒപ്പം തന്നെ സുനിഷ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ പ്രശാന്ത് IAS കൊടുത്ത ചാർജ് മെമ്മോ, ആ ചാർജ് മെമ്മോ വിചിത്രമാണ് പല കാര്യങ്ങൾ കൊണ്ടും. അതിൽ സ്വന്തം വകുപ്പിലെ കാംകോയുടെ കളപറിക്കൽ യന്ത്രം വെച്ചതും ഒരു കുഴപ്പമായി എന്നാണ് ഈ മെമ്മോ പറയുന്നത്. യഥാർത്ഥത്തിൽ പുള്ളി ട്രോൾ ചെയ്താണെങ്കിലും ഇതൊക്കെ ഏത് ചട്ടപ്രകാരമാണ് മെമ്മോ കൊടുത്തിരിക്കുന്നത് സുനിഷ? അതാണ് അരുൺ ചോദ്യമായി ഉയരുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇത് വിചിത്രമായ ഒരു മെമ്മോ എന്ന് പറയുന്നതും. കാരണം ചട്ടപ്രകാരം ഏതായാലും ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ വിമർശിക്കുന്നതിൽ പോലും മറ്റൊരു ബുദ്ധിമുട്ടുകളില്ല എന്നാണ്. പക്ഷേ സർക്കാർ നയമോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ തീരുമാനങ്ങളെയോ ഇത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ വിമർശിക്കുന്നത് അത് ചട്ടപ്രകാരം ശരിയല്ല, സർവീസ് ചട്ട ലംഘനമാണ് എന്ന് പറയാം. പക്ഷേ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ വിമർശിക്കുമ്പോൾ ഒരുപക്ഷെ നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം വിമർശനം ഉന്നയിക്കുന്നത് അത് സർവീസ് ചട്ട ലംഘനമാണ് എന്നത് നേരത്തെ ചീഫ് സെക്രട്ടറി അറിയിച്ച ഈ മെമ്മോയിൽ കൃത്യമായി പറയുകയായിരുന്നു. ഈ പറയുന്നത് പോലെ ഗോപാലകൃഷ്ണനെതിരെ സമൂഹ മാധ്യമത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, അപമാനിക്കുന്ന തരത്തിലേക്ക് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് മാനഹാനി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഒരു കുറ്റമായി ഈ മെമ്മോയിൽ പറയുന്നത്. അടുത്തതായി ജയതിലകിനെതിരായ ഗുരുതരമായ ആരോപണങ്ങൾ, ഇത്തരത്തിൽ അവഹേളിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ, അതും വലിയ തെറ്റായി തന്നെ, ഗുരുതരമായ തെറ്റായി തന്നെ മേലുദ്യോഗസ്ഥനെതിരെ ഇത്തരത്തിൽ ആവർത്തിച്ചു പറയുന്ന അവഹേളനങ്ങളും അപമാനിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളും അതും ഗുരുതര തെറ്റ് എന്നുള്ളത് തന്നെയാണ് ഈ മെമ്മോയിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ പരസ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പരസ്യം നൽകിയത്. അതും സർവീസ് ചട്ട ലംഘനം എന്നുള്ള രീതിയിൽ തന്നെയാണ് ചീഫ് സെക്രട്ടറി നൽകിയിരിക്കുന്ന മെമ്മോയിൽ പറയുന്നത്. അത് വ്യാഖ്യാനിക്കുന്നത് അല്ലെങ്കിൽ ആ പരസ്യത്തിലൂടെ കളപറിക്കാൻ ബെസ്റ്റ് എന്ന് പറയുന്നത് കൂടെ തന്നെ ഇത്തരത്തിൽ ജയതിലകിനെയും ഒപ്പം തന്നെ ഗോപാലകൃഷ്ണനെയും കുറിച്ച് വ്യാഖ്യാനിക്കുന്ന തരത്തിൽ തന്നെയാണ് അത് ഉള്ളത് എന്നതാണ് ഈ ചീഫ് സെക്രട്ടറിയുടെ മെമ്മോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് IASകാരെ ഒന്നടങ്കം കുറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ ഐക്യം തകർക്കാനും ഒപ്പം തന്നെ ചേരിതിരിവുണ്ടാക്കാനുമുള്ളൊരു സാധ്യത അവിടെ സൃഷ്ടിച്ചു എന്നും ഈ ചാർജ് മെമ്മോയിൽ പറയുന്നുണ്ട്. ഈ പറയുന്നത് പോലെ IASകാരെ അധിക്ഷേപിച്ചതിലൂടെ ഭരണ സംവിധാനത്തിൻ്റെ ഇമേജ് നഷ്ടപ്പെട്ടു എന്നതാണ് ഈ ചാർജ് മെമ്മോയിലുള്ളത്. ഇരുവരെയും വ്യക്തിപരമായി വിമർശിക്കുന്നത് ഭരണ സംവിധാനം തകർക്കുന്നതിന് കാരണമായി, സർക്കാരിന് അതിലൂടെ തീർത്താൽ തീരാത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ചീഫ് സെക്രട്ടറി നൽകിയിരിക്കുന്ന ഈ മെമ്മോയിൽ പറഞ്ഞിരിക്കുന്നത് എന്നതാണ്. ഏതായാലും നിലവിൽ ഈ പറഞ്ഞതുപോലെ എന്താണ് ഈ ചട്ടപ്രകാരം ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നത്, ഒരാളുടെയും പേരും ഒന്നും തന്നെ ഇതിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വശത്തുണ്ട്. പക്ഷേ അത് വ്യാഖ്യാനിക്കുന്നത് അല്ലെങ്കിൽ അതിന് മറ്റൊരു തലം വെക്കുന്നത് അത് ഈ ഉദ്യോഗസ്ഥരെ കരുതി വെച്ച് തന്നെയാണ് എന്നതാണ് ചീഫ് സെക്രട്ടറി നൽകിയിരിക്കുന്ന മെമ്മോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് സർവീസ് ചട്ടലംഘനമാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ 30 ദിവസത്തിനകം മറുപടി നൽകണമെന്നൊരു ആവശ്യമാണ് ചീഫ് സെക്രട്ടറി മെമ്മോയിലേക്ക് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും 30 ദിവസത്തിനകം എങ്ങനെ മറുപടി നൽകും അല്ലെങ്കിൽ ഇതിനെ നിയമപരമായി നേരിടുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അരുൺ. ഇല്ല, താങ്ക് യു സുനിഷ. കളക്ടർ ബ്രോ മറുപടി കൊടുക്കും. ആ മറുപടി ചട്ടപ്രകാരം തന്നെ മറുപടി കൊടുക്കാം. ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ലല്ലോ ഈ കളപറിക്കാൻ ബെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഉദ്യോഗസ്ഥരെ, പ്രത്യേകിച്ച് ജയതിലകനെ പോലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ, സീനിയറായ ഉദ്യോഗസ്ഥർക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക എന്നുള്ളത് ഗുരുതരമായ ചട്ടലംഘനമായിട്ട് തന്നെ കണ്ടേക്കാം.
ഒരു താക്കീതൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ തിരിച്ച് സർവീസിലേക്ക് എടുക്കും. അക്കാര്യത്തിൽ ഇനി വലിയ കാര്യങ്ങളില്ല. പക്ഷേ ഗോപാലകൃഷ്ണൻ്റെ കാര്യത്തിൽ സർക്കാർ കാണിക്കുന്ന അമിതമായ താല്പര്യമാണ് നമ്മളെ കുഴയ്ക്കുന്നത്. അതിൽ സാങ്കേതികമായി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നതിനോ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിനോ ഒന്നും പ്രശ്നമില്ല. മല്ലു ഓഫീസേഴ്സ് കൂട്ടായ്മ എന്ന പേരിലൊരു കൂട്ടായ്മയാണ് നമ്മുടെ ഈ ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കിയത്. അത് വിവാദമായി എന്നറിഞ്ഞപ്പോൾ പെട്ടെന്ന് മുസ്ലിം മല്ലു കൂട്ടായ്മ എന്ന് പറയുന്നൊരു ഗ്രൂപ്പും കൂടെ ഉണ്ടാക്കി. എന്നിട്ട് ഇത് രണ്ടും അദ്ദേഹം ഡിലീറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഒരു ഐഫോൺ കൊടുക്കുന്ന സമയത്ത് ഐഫോൺ ഫോർമാറ്റ് ചെയ്ത് ഫാക്ടറി റീസെറ്റ് ചെയ്ത് അതിനകത്തെ മുഴുവൻ ഡാറ്റയും കളഞ്ഞിട്ടാണ് ഈ ഗോപാലകൃഷ്ണൻ കൊടുത്തത്. അന്വേഷണം എങ്ങും എത്താതെ നിൽക്കുകയാണ്. അപ്പോൾ എങ്കിലും എൻ്റെ ഗോപാലകൃഷ്ണ എന്നേ നമുക്ക് വിളിക്കാനുള്ളൂ. കാണിച്ചതൊക്കെ മഹാമോശമാണ്. പ്രത്യേകിച്ച് വർഗീയമായിട്ട് ഈ മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കുന്നത് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ ചേർന്നതാണ് എന്ന് മാത്രം അങ്ങ് ആലോചിക്കുക എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റൂ. നടപടിയൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി. ആ കേസും അവിടെ വെച്ച് പൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്.